എല്ലാവർക്കും കാണാൻ പറ്റൂല. ഇവിടെ ഭയങ്കര വഴി നല്ല മോശമാണ്. പിന്നെ ഹായ് കൊടുക്ക. സുഖാണോ ചോദിക്കാം എല്ലാവർക്കും. ഹാപ്പി ന്യൂ ഇയർ പറയൂ. മാളു 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 മാളുവിന്റെ എക്സ്പ്രഷൻ വേണമെങ്കിൽ കണ്ടോളൂ. അതാ മാളുവിനെ കൂട്ടാതെ പോകുന്നതുകൊണ്ട് മാളുവിന്റെ എക്സ്പ്രഷൻ. മാളിപ്പോ എന്താണ് മുഖം. ആ അതെ, അതാണ് മാളുവിനെ കൂട്ടാത്ത കേട്ടോ. ന്യൂ ഇയർ അല്ലേ, ട്യൂഷൻ മുടക്കണ്ടല്ലോ എന്തായാലും. അതെ, കുഞ്ഞാവൊക്കെ അതിനൊക്കെ നല്ല ഭാഗ്യം അല്ലേ കുഞ്ഞാവേ. മാവേനെ പറയണേ. പ്രാർത്ഥന തന്നെ. ചട്ടമ്പി കുട്ടി. ഹേയ്, നെക്ലേസ് ഒക്കെ ഇട്ട് നടക്കുക. കുഞ്ഞാ ഇങ്ങോട്ട് വാ. ഓടിക്കഴിഞ്ഞാൽ ഞാൻ കൊണ്ടില്ല കേട്ടോ നീ കുഞ്ഞാവേനെ ഇവിടെ റോട്ടിലിടാണ്. കുഞ്ഞാവേ, ഞാൻ റോട്ടിലിടട്ടെ പ്ലീസ്. അടി കിട്ടുവോ അമ്മീ? ഒക്കെ അറിയാ പറയാൻ. അംഗൻവാടി പോകണ്ട എല്ലാം പഠിച്ചു. കുഞ്ഞാവേ, ഞാൻ റോട്ടിലിടട്ടെ ഇവിടെ. അമ്മച്ചിട്ട് തല്ലുവോ അമ്മേ? നമുക്ക് പോവാ. പോവാ. ഹാൻഡ് വാഷ് അതുപോലെ തന്നെ ചെമ്പരത്തി താളിയെല്ലാം ബൈ വൺ ഗെറ്റ് വൺ ഓഫറിലാണ് കേട്ടോ. നമ്മളവിടെ ഇപ്പോൾ ജിയോ മാർട്ട് ഉണ്ടായിരുന്നു, അതായത് റിലയൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങാടിപ്പുറത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിപ്പോൾ മാറിയിട്ട് അതിൻ്റെ കുറച്ച് പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ ബിസ്മി ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രണ്ടും ഒരു കുടക്കീഴിലായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസ്മിയിലാണ് കേട്ടോ. പെരിന്തൽമണ്ണ ബിസ്മിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പണ്ട് കുഞ്ഞുവ പിടിച്ചോടത്ത് നിൽക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേ കുട്ടി പിടിച്ചോടത്ത് നിൽക്കണില്ല കേട്ടോ. എല്ലാവരും ചോദിക്കേണ്ടത് ആരുടെ കുട്ടിയാണ്. ഞാൻ കുറേ വീഡിയോയിൽ ഞാനും പറഞ്ഞിട്ടുണ്ട്, മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അറിയാത്തവരായിരിക്കും, ചിലപ്പോൾ പുതിയതായിട്ട് കാണുന്നവരോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി പറയണം, എൻ്റെ മാമൻ്റെ മോളാണ് കേട്ടോ കുഞ്ഞാവിയും മാളും. പിന്നെ അതിനുശേഷം എന്താ അച്ഛൻ ശർക്കര പൊടി എടുക്കുകയാണ് കേട്ടോ. എന്തോ തമാശ പറയണ്ട അതിൻ്റെ ഇടയിൽ. പക്ഷേ ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് ഇതിൽ കേൾക്കുമ്പോൾ പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ആ സോങ് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് പൊതുവേ ഡബ് ചെയ്യണേക്കാൾ കൂടുതൽ ഇഷ്ടം ആ ഒരു സ്പോട്ടിൽ തന്നെ സംസാരിച്ചെടുത്ത് തീർക്കണതാണ്. പിന്നെ ഇരട്ടിപ്പണിയാണല്ലോ വന്ന് എഡിറ്റ് ചെയ്ത് പിന്നെയും ഡബ് ചെയ്യണ കാര്യം. ഞാൻ കുഞ്ഞാവേനോട് ചോദിക്കണം, കുഞ്ഞാവേ ബേബി പൗഡർ വേണോ എന്നൊക്കെ ചോദിക്കാം. മാമായത്തിൻ്റെ സ്പെഷ്യൽ പ്രൊഡക്ട്സ് എന്നുള്ള രീതിയിൽ ഇവരുടെ ഒരു കോർണർ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പുറത്ത്. മാമ എർത്തിൻ്റെ ഫേസ് വാഷ് ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഫേസ് വാഷ് ഒന്നും നോർമലി യൂസ് ചെയ്യാറില്ല. പിന്നെ മുത്തശ്ശിയുടെ ഫേസ് വാഷ്, മുത്തശ്ശി വീട്ടിൽ തന്നെ ഫേസ് വാഷ് പൗഡറൊക്കെ ഉണ്ടാക്കി തരലുണ്ട്, ബാത്തിങ് പൗഡറൊക്കെ ഉണ്ടാക്കി തരലുണ്ട്. അതൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് പ്രത്യേകിച്ച് നല്ല സ്മെല്ല് കിട്ടണം, ചില സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് ഉപയോഗിക്കണം എന്നൊരു ഇത് തോന്നില്ലേ. അപ്പോൾ ആ സമയത്താണ് ഞാൻ എന്ത് ചെയ്യാറുള്ളത്, എപ്പോഴെങ്കിലും വാങ്ങിച്ചു വെച്ചതോ അല്ലെങ്കിൽ നോർമലി ഇപ്പോൾ സിമ്പിളിൻ്റെ ഫേസ് വാഷാണ് ഉപയോഗിക്കാറുള്ളത്. കാരണം എൻ്റെ മുഖം അത്രയും സെൻസിറ്റീവ് ആയതുകൊണ്ട് മുഖത്ത് ഇങ്ങനെ പെട്ടെന്ന് കുരുക്കളൊന്നും പൊതുവേ വരാറൊന്നുമില്ല. പക്ഷെ എന്നാലും വരും ഒരു പേടി. അതുകൊണ്ട് ഞാൻ സിമ്പിളിൻ്റെ ഫേസ് വാഷും പിന്നെ അതുപോലെ തന്നെ മുത്തശ്ശി എറണാകുളത്തേക്കൊക്കെ പോകുന്ന സമയത്ത് സിമ്പിളിൻ്റെ ഫേസ് വാഷ് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ മുത്തശ്ശിയുടെ തന്നെ മാത്രമാണ്. ഈ നേരത്തെ കണ്ടൊരു സീന് കുഞ്ഞാവ് എന്തോ എടുത്തിട്ട് എറിയാൻ നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ അടി കിട്ടണോ എന്ന് പറഞ്ഞ് ചൂടായിട്ട് ഇങ്ങനെ പേടിപ്പിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പുട്ടുപൊടി അങ്ങനത്തെ നോർമൽ ഐറ്റംസ് ഒക്കെ സൂപ്പർ മാർക്കറ്റിൽ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇന്നത്തെ ദിവസം കുറച്ച് വിലക്കുറവുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തിനാ നിങ്ങൾ അങ്ങനെ പറയണമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സൂപ്പർ മാർക്കറ്റിനെ മാത്രം പ്രൊമോട്ട് ചെയ്യാതെ സാധാരണ ഷോപ്പ് കീപ്പേഴ്സിനെയും പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ അല്ലെങ്കിൽ വേറെ എൻ്റെ സ്ഥാനത്ത് വേറൊരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി പൈസ കുറഞ്ഞ് നല്ല ക്വാളിറ്റിയുള്ള സാധനം കുറച്ച് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേ പോയി വാങ്ങിക്കുക. അപ്പോൾ നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് സാധനങ്ങളൊക്കെ തീർന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് കട, അപ്പോൾ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാറുണ്ട്. അല്ലാതെ അങ്ങനെ മന്ത്ലി ഉള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇങ്ങനെ ഓരോന്ന് ഒരുമിച്ച് ഇങ്ങനെ അച്ഛൻ വാങ്ങിക്കും. ഞങ്ങളൊന്നും അങ്ങനെ പോകാറൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് പൊതുവേ വീട്ടിലിരിക്കണതാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ പുറത്ത്
സൂപ്പർ മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്യണതൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല. പക്ഷെ എന്നാലും ചില സമയത്ത് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബോറടിക്കണ പോലെ തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് കിട്ടോ പ്രത്യേകിച്ചും. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലേക്കൊക്കെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. അമ്മയ്ക്ക് വീട്ടിൽ തന്നെയല്ല. അപ്പോൾ അമ്മയ്ക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയാൽ മതി. അല്ലാണ്ട് കുറേ ആർഭാടം അങ്ങനത്തതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഞങ്ങൾ എവിടെ ഹാപ്പി ആയിട്ടിരിക്കണോ അവിടെ തന്നെ കൂടെ നിൽക്കാൻ തന്നെയാണ് ഇഷ്ടം. പിന്നെ അതിനുശേഷം നമ്മൾ കേട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു തൈര് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അതിൻ്റെ കൃഷ്ണപ്രിയ എന്ന പേര്. അവൾ സീരിയൽ ആക്ട്രസ്സൊക്കെയാണ്. അവളാണ് ഇതിൻ്റെ അംബാസഡർ അല്ല, ഐ മീൻ നമ്മൾ ഈ കവർ ഫോട്ടോ ഒക്കെ ആയിട്ട് കൊടുക്കില്ലേ, ഇളനാട് പാല് അതുപോലെ ഇളനാട് തൈരിൻ്റെയൊക്കെ നമ്മൾ ബാനറും ഫ്ലെക്സൊക്കെ വെക്കുമ്പോൾ നമ്മളൊരു ആർട്ടിസ്റ്റിനെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് അങ്ങനെയല്ലേ നോർമലി ചെയ്യണത്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ലേബലിൽ തന്നെയല്ലേ അത് സെയിൽ ഔട്ട് ചെയ്യണത്. അപ്പോൾ ആ ഒരു എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇളനാട് തൈര് കണ്ടു കഴിഞ്ഞപ്പോൾ തൈര് അങ്ങനെ കാണാറില്ല, പാലേ കാണാറുള്ളൂ ഇളനാടിൻ്റെ. അപ്പോൾ ഇളനാട് എന്നാട്ടോ ഞാൻ പെട്ടെന്ന് സ്പീഡിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതാണ് ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. 99 രൂപ കേട്ടോ 1 ലിറ്ററിന്. മിൽക്കി മിസ്റ്റിൻ്റെയും അങ്ങനെ കുറേ ബ്രാൻഡിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതെനിക്ക് കണ്ടപ്പോൾ അവൾ ഓർമ്മ വന്നിട്ട് അവളുടെ ഓർമ്മയ്ക്ക് എടുത്ത ഒരു തൈരും ഐ മീൻ എന്താ പറയുക, ഒരു ബക്കറ്റ്. പിന്നെ ഞങ്ങളിങ്ങനെ നോക്കി നടക്കുന്ന സമയത്ത് ബിസ്ക്കറ്റുകളില്ലേ, നമ്മളെ ചോക്ലേറ്റ്സ് ബിസ്ക്കറ്റുകളൊക്കെയാണ് 50% ഓഫറിൽ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളിവിടെ അങ്ങനെ ബിസ്ക്കറ്റൊന്നും വാങ്ങിക്കാറില്ല. വാങ്ങിക്കുന്നത് തന്നെ ചോക്ലേറ്റ് ഇല്ലാത്ത, ഐ മീൻ ക്രീം ഇല്ലാത്ത ബിസ്ക്കറ്റുകളാണ് കേട്ടോ. അങ്ങനെ വലിയ ബിസ്ക്കറ്റ് പ്രേമികളൊന്നുമില്ല. ആകെയുള്ളത് ഈ ഓടിക്കളിക്കണ ഈ ഒരു ചട്ടമ്പി മാത്രമേ ഉള്ളൂ കേട്ടോ ബിസ്ക്കറ്റ് പ്രേമിയായിട്ട്. കണ്ടോ കയ്യിൽ ആ ഒരു മിഠായി എടുത്തിട്ട് പിന്നെ പരാതിയോട് പരാതി. അച്ചോളത് വാങ്ങിത്തരുന്നില്ല, അമ്മുച്ചിട്ടത് വാങ്ങിത്തരുന്നില്ല, അമ്മുച്ചിട്ട് എന്നെ ചീത്ത പറയുകയാണ്. ഇതന്നെയായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസ്ക്കറ്റ് ആ ഒരു മിഠായി ഇല്ലേ, അത് കിട്ടാഞ്ഞിട്ടാണ്, വേറെ ഒന്നുമല്ല. കാരണം അത് വലിയ പാക്കറ്റ് ആയതുകൊണ്ട് അത് ഫുള്ളിരുന്ന് തിന്നും. അപ്പോൾ അത് തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പാക്കറ്റ് എപ്പോഴും ഷോപ്പിംഗ് കഴിഞ്ഞിട്ട്, അതാണ് ഏറ്റവും നല്ലത്. കാരണം കുട്ടികൾക്ക് ഒന്നെങ്കിൽ കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പക്ഷേ അത്രയും കൊടുക്കണം, അവർ വാശി പിടിക്കേണ്ടതുണ്ടെങ്കിൽ ഷോപ്പിംഗ് കഴിയണവരെ നല്ല കുട്ടിയായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ബില്ലടിക്കുന്ന സമയത്ത് ഒരു മിഠായി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പം ഞങ്ങൾ ട്രിക്ക് ചെയ്യണ ഒരു ഐഡിയ ചെയ്യണം. പക്ഷേ കുഞ്ഞാവ് അങ്ങനെ വലിയ വാശിക്കാരിയൊന്നും ഇല്ല കേട്ടോ. വേറെയുള്ള കുട്ടികളൊക്കെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ നമ്മളെ കൂടെ നിൽക്കണ സമയത്ത് അങ്ങനെ വാശിയൊന്നും കാണിക്കാറില്ല. എല്ലാം മുപ്പത്തേർക്ക് ഇങ്ങനെ കാണണം, എന്നിട്ട് ഇങ്ങനെ വിളിച്ച് കാണിച്ചിട്ട് തരും. അച്ചോളെ ഇത് കണ്ടു, അച്ചോളെ ഇത് കണ്ടു, അമ്മുച്ചിട്ട ഇത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരും കേട്ടോ. പിന്നെ ഇത് അമ്മയാണ് കേട്ടോ വീഡിയോ എടുക്കണത്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുഞ്ഞാവിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞാവിക്ക് പ്ലേറ്റ് കണ്ടു. അപ്പോൾ കുഞ്ഞാവിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞാനൊരു തവണ പാവ് ബൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പാവ് ബജിയില്ലേ. അപ്പോൾ പാവ് ബൺ ഉണ്ടാക്കിയ സമയത്ത് അത് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ വീട്ടിൽ പാവ് ബജി ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ കുഞ്ഞാക്ക് ഞാൻ അന്ന് ഈ ഒരു പ്ലേറ്റിൽ ഇട്ടിട്ടാണ് പാവ് ബജി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഓർമ്മയിലാണ് തോന്നുന്നുണ്ട്. കാരണം പിന്നെ ഞാൻ ആ പ്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പുള്ളിക്കാരത്തേക്ക് നല്ല ഓർമ്മ ഉണ്ട് എന്തായാലും. എന്നിട്ട് അത് കണ്ടിട്ട് ദാ മുച്ചിട്ടാ നമ്മളെ വീട്ടിലെ പ്ലേറ്റ്, ദാ മുച്ചിട്ടാ പ്ലേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സ്റ്റീൽ പാത്രമൊക്കെ നോർമലി ഒരു സാധാരണ വില, പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ പാത്രങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ അതിനുശേഷം എന്താ അമ്മേനോട് ഞാൻ പറയായിരുന്നു, അമ്മ ഇനി കുറച്ച് നേരം ട്രോളി ഇങ്ങനെ തള്ളിക്കൊണ്ട് നടക്കൂ എന്നൊക്കെ പറയായിരുന്നു. പിന്നെ ഗോതമ്പ് പുട്ടുപൊടി അങ്ങനത്തെ പുട്ടുപൊടികളൊക്കെ കുറേ എടുത്തു. ഇത്തവണ നമ്മൾ പുട്ടുപൊടികളാണ് കൂടുതൽ എടുത്തത്, റാഗിയുടെയും മില്ലറ്റ്സിൻ്റെയും പിന്നെ അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണ് അങ്ങനത്തെ പുട്ടുപൊടികൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ സാധനം എന്നറിയില്ല, ഒരു സെറാമിക് ഐറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും ഇതിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അമ്മ വീഡിയോ എടുത്തപ്പോൾ കുറച്ച് താഴെയായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ, സോറി കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ ഗ്ലാസിൻ്റെ സെക്ഷനിലാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. ഗ്ലാസിൻ്റെ സെക്ഷനിൽ ഇതിന് 1-ന് 100 രൂപയാണ്. നല്ല ഭംഗിയില്ലേ ഈ ഗ്ലാസ് കാണാൻ വേണ്ടിയിട്ട്. താഴെ ഇങ്ങനെ ചുവന്ന കളറിലുള്ളൊരു അങ്ങനെ പല കളേഴ്സ് ഉണ്ട്. താഴെ ഇങ്ങനെ നീല കളറ്, അങ്ങനെ കുറേ കളേഴ്സിലുള്ള ഗ്ലാസ്സുകളുണ്ട്. ഗ്ലാസ്സുകൾക്കെല്ലാം ഐ മീൻ ഈ ഗ്ലാസിൻ്റെ ഐറ്റംസിനെല്ലാം കുറച്ച് വിലക്കുറവുള്ള പോലെ എനിക്ക് തോന്നി. സെറ്റ് 6 എണ്ണം 7 എണ്ണത്തിനും 8 എണ്ണത്തിനൊക്കെ 300 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കളറിംഗ് ബുക്ക് കണ്ടിട്ടേ കഴിഞ്ഞ ദിവസം അംഗൻവാടിയിൽ നിന്ന് വലിയ സന്തോഷത്തിൽ വരികയായിരുന്നു പാവം. കളറിംഗ് ബുക്ക് കിട്ടിയിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് കുട്ടികൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നമ്മളെ നേരിട്ട് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു ഇഷ്ടം തോന്നുമല്ലോ, നമ്മുടെ മനസ്സിങ്ങനെ നിറയണ പോലെ തോന്നില്ലേ. അപ്പോൾ കളറിംഗ് ബുക്ക് കണ്ടിട്ട് എനിക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കോഫി മറ്റേ മഗ്ഗില്ലേ, അങ്ങനെ മഗ്ഗ് കണ്ടിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞാവിക്ക് ഒന്ന് ഞാൻ കൊടുത്തതായിരുന്നു, പക്ഷെ അത് എവിടെയോ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇപ്പോൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ സാധനങ്ങളൊന്നും കൊടുക്കാറില്ല. പൊട്ടണതിലുപരി അതിൻ്റെ കാലിലോ മേലൊന്നും കൊള്ളണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു അടപ്പ് വായിൽ എടുത്തിടുക, നമ്മൾ കാണാതെ എന്തെങ്കിലും നമ്മളുടെ സ്റ്റീലിൻ്റെ നമ്മളെ കുഞ്ഞ് എന്തെങ്കിലും പാത്രത്തിൻ്റെ അടപ്പൊക്കെ
ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞി കുഴിയുണ്ട് കേട്ടോ, ഒരു എർത്ത് പോകുന്നൊരു കുഴി, അവിടെ കൊണ്ടുപോയിട്ടിടുക. അതൊക്കെയാണ് ഇഷ്ട വിനോദങ്ങൾ ഇപ്പോഴത്തെ. അതിനുശേഷം ഈ ഒരു ജാർ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരെണ്ണത്തിന് 200 രൂപയാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ ഇപ്പോൾ ഇത്ര വില കൂടിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണാനുള്ളൊരു ഷോക്കാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഒട്ടും മോശമില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. 2 എണ്ണത്തിന് 399 രൂപ. പിന്നെ അതിനുശേഷം എസ്കലേറ്റർ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരേ വാശി, ഞാൻ അമ്മുച്ചിട്ടേൻ്റെ അപ്പ ഇതന്നെ നാമം ചൊല്ലുന്ന രീതിയിലായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു, വീഴില്ല എന്നുള്ളത് അറിയായിരുന്നു. പക്ഷെ കാല് ഇപ്പറെ വെച്ചിട്ട് പെട്ടെന്ന് അപ്പുറത്തേക്കിട്ട് വെച്ചു. അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അവിടുന്ന് ടാറ്റ കൊടുക്കാനൊക്കെ പറഞ്ഞപ്പോൾ ടാറ്റയൊക്കെ കൊടുത്തു. അച്ഛൻ പിന്നിൽ കയറിയത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ന്യൂ ഇയറിൻ്റെ അന്ന് എനിക്കൊരു ഡ്രസ്സ് എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡ്രസ്സ് നമ്മൾ തന്നെ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ന്യൂ ഇയർ ദിവസമല്ലേ നമ്മൾ പുതുവർഷം തുടക്കത്തിൽ നമുക്കൊരു നല്ല ഡ്രസ്സ് കിട്ടണത് എന്നുള്ള രീതിയിൽ അങ്ങനെ വെറുതെ, അത് വലിയ സംഭവമൊന്നുമല്ല കേട്ടോ, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറഞ്ഞാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞാക്കും ആളിനും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള ഈ ഒരു ഡ്രസ്സ് ഓഫറിലോ കാര്യങ്ങളിലോ ഒന്നുമില്ല. 800 രൂപയോ 700 രൂപയൊക്കെ ഉണ്ട് കേട്ടോ ചിലതിന്. പക്ഷെ ചിലതൊക്കെ നല്ല ഓഫറിലുണ്ട് കേട്ടോ. പക്ഷെ അത്രയും നല്ല ഓഫറിലുള്ളത് എനിക്ക് അത്ര ഇഷ്ടമായതും ഇല്ലായിരുന്നു. പിന്നെ ഈ ഒരു ട്രൗസർ, ഒരു ഷോർട്സ് പോലെ ഗേൾസിൻ്റെ, അത് ഞാൻ അമ്മയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കരുത്. അമ്മയ്ക്ക് ദേഷ്യമാണ് ഞാൻ ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇടുന്നത് കേട്ടോ. ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. പിന്നെ മുത്തശ്ശി എപ്പോഴെങ്കിലൊക്കെ സമ്മതിക്കും, അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതിൽ ഞാൻ ആ ഷോർട്സ് വാശി പിടിച്ചിട്ട് ഞാൻ 2 കൊല്ലം മുന്നേ വാങ്ങിച്ചതായിരുന്നു. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ അമ്മയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തത്. അമ്മയുടെ മുഖം ഇങ്ങനെ കടുന്നല്ല കുത്തിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ദേഷ്യം വന്നിട്ടേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലേ. ഷോർട്സൊക്കെ വീട്ടിലിടണമൊക്കെ ഇഷ്ടമാണ് കേട്ടോ, പക്ഷെ പുറത്തേക്ക് ഇടണമൊന്നും ഇത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല പണ്ട് കേട്ടോ. ഞാൻ ഇത്ര തടിയൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്തുള്ള കാര്യം കേട്ടോ പറഞ്ഞ്. അതിനുശേഷം ഞാൻ ഇതെപ്പോഴാണ് ഇതെടുത്തത്, ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് നല്ല രസമുണ്ട്. എല്ലാത്തിലേക്കും പിന്നാലെ നടക്കും, ഒരു ബോറടിയില്ല, ഒരു വാശി പിടിക്കലില്ല, അവനവൻ്റെ ഡ്രസ്സ് കിട്ടിയിട്ടില്ല എങ്കിലും പരാതിയൊന്നുമില്ല. അപ്പോൾ അച്ഛന് 2-3 ടീഷർട്ട്, അച്ഛൻ്റെ ടീഷർട്ട് മൊത്തം പന്നലായ പോലെ ആയിട്ടോ, ആകെ നാശമായിട്ടുണ്ടായി, നാശകോശമായിട്ടുണ്ടെന്ന് പറയാം. കാരണം അച്ഛൻ പൈസ കൊടുത്തിട്ട് ഡ്രസ്സ് വാങ്ങിക്കണത് വളരെ കുറവാണ്. ഞാനാണ് പിന്നെയും പണ്ട് തൊട്ടേ കോളേജിലൊക്കെ ആയ സമയത്ത്, നിങ്ങൾക്ക് കോളേജിൽ പഠിക്കുന്നവർക്കൊക്കെ അറിയാം, നമ്മളിങ്ങനെ മാറി ഡ്രസ്സ് ഇട്ട് പോകാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പൈസയ്ക്ക് ഒതുങ്ങണം കേട്ടോ. ഞാൻ 1000 രൂപയ്ക്ക് ഞാൻ 3-4 എണ്ണമൊക്കെ വാങ്ങിക്കും. കാരണം എനിക്ക് ഒരു ഡ്രസ്സ് കുറച്ച് ദിവസമൊക്കെ ഇടാൻ ഇഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ കാരണം അത്ര ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, ആ പൈസയ്ക്കല്ലേ വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ചിലവർ 1000 രൂപയ്ക്ക് ഒരെണ്ണം അല്ലെങ്കിൽ 2 എണ്ണമൊക്കെ വാങ്ങിക്കുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 3-4 വർഷം ബാക്കുള്ള കാര്യമാണ് കേട്ടോ പറയണത്. അപ്പോൾ അതിനുശേഷം അച്ഛന് 2-3 ഷർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, ടീഷർട്ട്. അമ്മ പറയാ, അച്ഛൻ എന്തിട്ടാലും നല്ല ഭംഗിയുണ്ടല്ലോ എന്ന്. ഞാൻ എന്നിട്ട് അത് ഒന്നും കൂടെ എന്താ അമ്മേ എന്ന് ചോദിച്ചു. അമ്മേ എന്താ പോക്കറ്റില്ല, എങ്ങനെ ഉണ്ടാക്കൂ, രസമുണ്ടല്ലേ. എന്താ അമ്മേ പറഞ്ഞേ, അച്ഛൻ ഏതിട്ടാലും ഭംഗി. കുഞ്ഞാവ വല്യച്ഛൻ്റെ അടുത്ത് ഡ്രസ്സ് പിടിച്ചോണ്ട് നിൽക്കുക. ഞാൻ വിചാരിച്ചു എന്താ അറിയോ, വല്യച്ഛൻ ആ ടീഷർട്ട് എടുത്തിട്ടില്ലെന്ന് വിചാരിച്ചു. അമ്മേ ഇപ്പൊ കേട്ടില്ല എല്ലാവരും, ഇവിടുത്തെ കോലാഹലം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ എസ്കലേറ്ററിൽ പിന്നെ കുഞ്ഞാവയും അച്ഛനും മാത്രം ഇങ്ങനെ തിരിച്ചു വരും. അമ്മയ്ക്ക് എസ്കലേറ്റർ പേടിയാണ്. കാരണം പണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അതിൻ്റെ സീരിയലിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അമ്മ വന്നപ്പോൾ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പേടിയാട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ, കുട്ടി വ്ളോഗായിരുന്നു കേട്ടോ.